തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചിട്ടു. അവിവാഹിതരായ മാതാപിതാക്കൾ ചേർന്നാണ് 2 നവജാത ശിശുക്കളെ കുഴിച്ചിട്ടത്. കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചു മൂടി എന്നാണ് സംശയം. യുവതി കുട്ടികളുടെ അസ്ഥി കർമ്മം ചെയ്യാൻ വേണ്ടി എടുത്ത് സൂക്ഷിച്ചു. യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തി അസ്ഥി കൈമാറി സംസാരിച്ചതോടുകൂടിയാണ് കാര്യങ്ങൾ പുറത്ത് വന്നത്. പുതുക്കാട് പോലീസ് യുവതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി സാനു കെ സജീവ് ഉണ്ട്. സാനു, ഞെട്ടിക്കുന്ന വാർത്തയാണ്. ഒന്നല്ല 2 കൊലപാതകങ്ങളാണ് നടന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കൊന്ന് കുഴിച്ചുമൂടി എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ്. യുവതി കുട്ടികളുടെ അസ്ഥി കർമ്മം ചെയ്യാനായി എടുത്ത് സൂക്ഷിച്ചു വച്ചിരുന്നു. യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ ധരിപ്പിച്ചതോടുകൂടിയാണ് വിവരം പുറത്തറിയുന്നത്. ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്ത് വരുന്നത്. ഇരുവരും അവിവാഹിതരാണ്. ഇരുവരും ചേർന്നാണ് 2 നവജാത ശിശുക്കളെ കുഴിച്ചിട്ടത്. കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ ശേഷം കുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടിയെന്നാണ് സംശയം. യുവതി കുട്ടികളുടെ അസ്ഥി കർമ്മം ചെയ്യാൻ വേണ്ടി എടുത്ത് സൂക്ഷിച്ചു എന്ന വിവരം യുവാവ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. തുടർന്നാണ് പോലീസ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങളുമായി സാനു കെ സജീവാണുള്ളത്. സാനു, വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളുമാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. 2 പേരെയും ഇപ്പോൾ ചോദ്യം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. രാഖി, ഇന്നലെ അർദ്ധരാത്രി, അതായത് 12 മണിയോടുകൂടി ഒരു യുവാവ് ഒരു സഞ്ചിയില് കുറച്ചധികം അസ്ഥികളുമായിട്ട് ഈ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരികയായിരുന്നു. അതായത് മദ്യപിച്ചെത്തിയ യുവാവ് തനിക്ക്, അതായത് 2 കുഞ്ഞുങ്ങളെ, അതായത് തനിക്കുണ്ടായ 2 കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ കൊന്നു കുഴിച്ചുമൂടി എന്നൊരു ഞെട്ടിക്കുന്ന വിവരമാണ് പുതുക്കാട് പോലീസിനോട് പങ്കുവച്ചത്. മദ്യപിച്ചെത്തിയ യുവാവിന്റെ വാക്കുകൾ കേട്ട് പോലീസ് ആദ്യഘട്ടത്തിലൊന്നും നമ്പരുന്നെങ്കിലും പിന്നീട് കൂടുതൽ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് മറ്റു വിവരങ്ങളിലേക്ക് എത്താൻ സാധിച്ചത്. അതായത് ഇദ്ദേഹത്തിന്റെ പെൺസുഹൃത്തിനൊപ്പം പല ഘട്ടങ്ങളിൽ ഇവർ ഒന്നിച്ച് താമസിച്ചിരുന്നു. ആദ്യം 3 വർഷം മുൻപുണ്ടായ ഒരു കുഞ്ഞിനെ സമാന നിലയിൽ വകവരുത്തി അതിനെ കൊന്ന് കുഴിച്ചുമൂടി. ആദ്യ കുട്ടീനെ കുഴിച്ചുമൂടുന്നത് ഇദ്ദേഹത്തിന്റെ പെൺസുഹൃത്തായിരുന്നു. സമാന നിലയിൽ പിന്നെയും ഇത് ആവർത്തിച്ചു. സമാന കുറ്റം പിന്നെ ആവർത്തിച്ചിരിക്കുന്നു. അതായത് കഴിഞ്ഞ 1.5 വർഷം മുമ്പ് അവർക്ക് ഉണ്ടായ മറ്റൊരു കുഞ്ഞിനെ കൂടി ഇത്തരത്തിൽ കൊലപ്പെടുത്തി കുഴിച്ചുമൂടി എന്നാണ് ഈ യുവാവ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്, പോലീസിന് ചോദ്യം ചെയ്യലിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും യുവാവ് പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ യുവതിയെ കൂടെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്തു വരികയാണ്. അതായത് ജില്ലാ പോലീസ് മേധാവി, റൂറൽ ജില്ലാ പോലീസ് മേധാവി അല്പം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അതായത് വ്യത്യസ്ത ഘട്ടങ്ങളിലാണ് ഇവർ ഒന്നിച്ച് താമസിച്ചത്. അല്ല, ഇവർ വിവാഹിതരായിട്ടില്ല. വ്യത്യസ്ത ഘട്ടങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഇവർ ഒന്നിച്ച് താമസിച്ചിട്ടുണ്ട്. ഇവർ സുഹൃത്തുക്കളാണ്. ആ ഘട്ടത്തിലുണ്ടായ കുഞ്ഞുങ്ങളെയാണ് ഇവർ ഇത്തരത്തിൽ കൊന്നു കുഴിച്ചു മൂടിയതെന്നാണ് പോലീസ് മേധാവി തന്നെ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ ഒരുപാട് അസ്വാഭാവികതകളുണ്ട്. ഈ ചില കാര്യങ്ങൾ തങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തുള്ള കാര്യങ്ങളാണ് ഈ പ്രതികൾ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ യുവാവും ഈ യുവതിയും പറഞ്ഞിരിക്കുന്നത്. അതായത് ആദ്യം ഉണ്ടാകുന്ന കുട്ടീനെ ശുചിമുറിയിലാണ് ആദ്യം പ്രസവിക്കുന്നത്. ആ കുട്ടീനെ അന്ന് തന്നെ വകവരുത്തി പിന്നീട് സമാന നിലയിൽ തന്നെ ഉണ്ടായ കുഞ്ഞിനെ ആൺ സുഹൃത്തായിട്ടുള്ള ഈ യുവാവ്, അതായത് തൃശൂർ പുതുക്കാട് വെള്ളിക്കുളങ്ങരയിലുള്ള ഈ യുവാവ് കുഴിച്ചു മൂടി എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും വിശദമായിട്ട് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. 2 നവജാത ശിശുക്കളെ കൊന്നു കുഴിച്ചു മൂടി. അതിനുശേഷം ഈ അസ്ഥികൾ, ഈ കുഞ്ഞുങ്ങളുടെ അസ്ഥികൾ പൂജയ്ക്കായി ഈ പെൺസുഹൃത്ത്, ഈ യുവതി പുറത്തെടുത്തു എന്നാണ് പോലീസിനോട് നൽകിയിട്ടുള്ള മൊഴി. എന്തായാലും ഇവർ ഈ 2 ഇരുവരെയും പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായിട്ട് ചോദ്യം ചെയ്ത് വരികയാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാഖി, തൃശൂർ പുതുക്കാട് 2 നവജാത ശിശുക്കളെ കൊന്ന് കുഴിച്ചുമൂടി മാതാപിതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്.